സോ ഇന്ന് ക്രിപ്റ്റോ ക്രിപ്റ്റോ എന്താണ് എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റിവാർഡ് കോയിൻസ്. ഓക്കെ, ഒരു ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ഒരു സ്മാർട്ട് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ദ റിവാർഡ് ദാറ്റ് ഈസ് ബീൻ ജനറേറ്റഡ് ഫോർ കംപ്ലീറ്റിംഗ് ഈച്ച് ടാസ്ക് ഇസ് കോൾഡ് എസ് ക്രിപ്റ്റോ. ഓക്കെ, അതാണ് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്നത്. അതൊരു ഡിജിറ്റൽ കോയിൻ ആണ്. സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ അവൈലബിൾ ഓൺലി ഇൻ ഡിജിറ്റലി. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ കറൻസിയാണ് നമ്മളുടെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ അത് ഓൺലൈനിന് മാത്രമാണ് ഉണ്ടാവുക, ഓൺലൈൻ പേയ്മെന്റ്സിന് മാത്രമാണ് യൂസ് ചെയ്യുക. പിന്നെ ട്രാൻസാക്ഷൻസിൽ ചിലപ്പോൾ ഗ്യാസ് ഫീ ആയിട്ട്, ട്രേഡിങ്ങിൽ ഗ്യാസ് ഫീ ആയിട്ടൊക്കെ ചിലവാക്കാൻ പറ്റുന്ന കോയിൻസ് ആണ്. ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണല്ലോ നമ്മളുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആൻഡ് ഓൾ. അപ്പം ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു പെർട്ടിക്കുലർ ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ച് വർക്ക് ചെയ്യുന്ന സാധനമല്ല. പീപ്പിൾ ക്യാൻ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ക്യാൻ ആക്ച്വലി വർക്ക് ഇൻ വൺ തിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രത്യേക കൺട്രോൾ വെക്കാനൊന്നും ആർക്കും പറ്റില്ല. അത് ബാങ്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ആയിക്കോട്ടെ, ദേ കൻ നോട്ട് ആക്ച്വലി ക്രിയേറ്റ് ലൈക്ക് ഒരു റെഗുലേഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. ഇതില് ലെഡ്ജേഴ്സ്, പണ്ടത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ ലെഡ്ജേഴ്സ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഹിയർ ദ ലെഡ്ജേഴ്സ് ആർ ബീൻ കണക്റ്റഡ് ഓർ ലൈക്ക് എൻക്രിപ്റ്റഡ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസിങ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതായത് ലെഡ്ജേഴ്സ് ഡിജിറ്റൽ ലെഡ്ജേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ നമുക്ക് അറിയുന്ന എക്സാമ്പിൾസ് ആണ് ഇതൂറിയം, ETH, BTC, ബിറ്റ്കോയിൻ. ഓക്കെ, ഇതൊക്കെ വോളറ്റൈൽ. എനി കോയിൻസ് ആർ വോളറ്റൈൽ. അതായത് മാർക്കറ്റ് സെന്റിമെന്റ്സിനനുസരിച്ച്, മാർക്കറ്റിന്റെ ട്രേഡിംഗ് വോള്യത്തിനനുസരിച്ച് ദ പ്രഷർ ദാറ്റ് ഇസ് ബീൻ ബിൽഡ് അപ്പ് ഓൺ പീപ്പിൾ വിൽ ആക്ച്വലി ക്രിയേറ്റ് വോളറ്റിലിറ്റി ഇൻ ദ കോയിൻ. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ കോയിൻസിന്റെ പ്രൈസസ് ഫ്ലക്ച്വേറ്റ് ആവും. പ്രൈസസ് സ്വിങ്സ് ഡ്രമാറ്റിക്കലി. ഓക്കെ, പ്രത്യേകിച്ച് റെഗുലേറ്ററി കൺസേൺ ഒന്നും ഇല്ലാത്ത കാരണം ഗവൺമെന്റ് ഓർ ബാങ്ക്സ് കനോട്ട് ആക്ച്വലി റെഗുലേറ്റ് ദ പ്രൈസ് സ്വിങ്സ് ആൻഡ് ഇറ്റ്സ് പ്യോർലി ബേസ്ഡ് ഓൺ ദ ട്രേഡിംഗ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ പീപ്പിളിനത് എന്താ പറയാ, ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഒരു ഇൻഷോർഡ് ഒന്നും അല്ല സംഭവം. നമ്മൾ യൂഷ്വൽ ട്രേഡ് ആണ് ചെയ്യുന്നത്. പിന്നെ എന്തായിരുന്നു ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ BTCയും ഇതൂറിയം ഒക്കെ നമ്മൾ എങ്ങനെ എന്തിനാ വാങ്ങിക്കും? ഒന്നുമില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ട്രേഡ് ഒരു പാസീവ് ഇൻകം ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും. ഇപ്പോ ഏകദേശം ക്രിപ്റ്റോ എന്താണ്, എന്തിനാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഞാൻ നെക്സ്റ്റ് കോയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. വിൽ ഡു ഇറ്റ് ഇൻ അനദർ വീഡിയോ. അപ്പൊ ക്രിപ്റ്റോ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഓർ തിങ്സ് ഉണ്ടാവും. റിസ്ക് അസോസിയേറ്റഡ് ആണ് ഈ ക്രിപ്റ്റോയില് ട്രേഡിങ്ങും എന്താണെങ്കിലും. ഓക്കെ, റെഗുലേറ്ററി ബോഡി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ദ റിസ്ക് ഇസ് ഇൻവോൾവ്. സോ യു ഹാവ് ടു ബി സ്മാർട്ടർ ദാൻ ദ സിസ്റ്റം. ഒന്ന്, ഒരുപാട് സ്കാമിങ് ആൻഡ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ഈ ക്രിപ്റ്റോന്റെ ബേസായി നടക്കുന്നുണ്ട്. എക്സാമ്പിൾ, ലാസ്റ്റ് ടൈം മോറിസ് കോയിൻ ഒരു 273 crores ലോസ് ആയിട്ടുണ്ട് മൊത്തത്തിൽ എന്ന് പേപ്പറിൽ കാണുമ്പോൾ, that time when I was working, I was having information from the cyber cell itself, like more than 1,000 CR had actually gone from India itself. Okay, so that is there. Fraudulent and scamming are very high when it comes to crypto. അത് ക്രിപ്റ്റോന്റെ തെറ്റല്ല, നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതിൻ്റെയാണ്. ബിക്കോസ് ക്രിപ്റ്റോ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, നമുക്കത് അറിവില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കുന്നു. രണ്ട്, ഒരു പാസ്വേഡ്, നമ്മൾക്കൊരു പ്രൈവറ്റ് കീ ഏത് ക്രിപ്റ്റോ വാലറ്റിനാണെങ്കിലും കിട്ടും. അതിപ്പോ ഒരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഈ പ്രൈവറ്റ് കീ ലൂസ് ചെയ്യേ അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ you are gonna lose the account forever and lose the funds. You are not supposed to do that. Okay, പിന്നെ മാർക്കറ്റ് മാനിപ്പുലേഷൻ, അതായത് ചില വളരെ വോളറ്റൈൽ ആയിട്ട് റേറ്റ് കുറവുള്ള
കോയിൻസിൽ ആളുകൾ ഭയങ്കര ഹൈക്കായിട്ട് അങ്ങ് വാങ്ങിച്ചു വെച്ച് പീക്കിലേക്ക് ഇറക്കിയിട്ട് കൂടുതൽ ആളുകളെ അത് വാങ്ങിപ്പിച്ചതിന് ശേഷം തിരിച്ച് അവര് സെല് ചെയ്യും, വലിയ മാർക്കറ്റിൽ തന്നെ അവര് സെല് ചെയ്യുന്ന സമയത്ത് വി ആർ ഗോണ ഗെറ്റ് എ ലോട്ട് ഓഫ് ലോസ്. ദാറ്റ് ഇസ് കോൾഡ് ആസ് മാർക്കറ്റ് മാനിപ്പുലേഷൻ. പിന്നെ ഹാക്കിംഗ് ഓഫ് ദി എക്സ്ചേഞ്ച്, ഇറ്റ് ഇസ് because that exchange doesn't have proper what I call encryptions, security illathondana, but that is also a risk. Okay, other than that, crypto is not that fraudulent activity or anything. It is our mistake of not knowing crypto makes the others manipulators and take our money. That's it.